സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജ് ടൂറിന്റെ പാർട്ട് 1 ആയിട്ട്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ കൂടുതൽ കാണിച്ചത് നമ്മുടെ അക്കാഡമിക് ബ്ലോക്കും നമ്മുടെ കോളേജിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ സംഭവങ്ങളെ കുറിച്ചാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അക്കാഡമിക് ബ്ലോക്ക് മാത്രമല്ല, നമുക്ക് ഇവിടെ നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് കുറച്ചും വിട്ട് മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേഡിയം, പിന്നെ നമുക്ക് ബാക്കി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സൈഡിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. So hi guys, I'm Revathi Ramesh, a first year medical student at Government Medical College, Kozhikode. So നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ സ്ട്രേറ്റ് വരുമ്പോഴാണ് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ആൻഡ് ഈ ഒരു ലൈനിൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിനുള്ള ഹോസ്റ്റൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് അലോട്ട് ചെയ്യുക LH4 ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് LH4ഉം ഈ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ആൻഡ് അവിടെ നിന്ന് നമ്മൾ സ്ട്രേറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഈ ഒരു ഏരിയയുടെ കാര്യം പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗിയാണ്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇൻ പേഴ്സൺ നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഗ്രീനറിയും ഭയങ്കര ആ ഒരു സംഭവം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ ട്രാക്കിൻ്റെ ഒരു വ്യൂ കേട്ടോ. നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. സോ ഈ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി, നമ്മുടെ സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രി. അതേപോലെ തന്നെ നമുക്കൊരു യോഗ റൂം ഉണ്ട്, അതേപോലെ ജിമ്മൊക്കെ ഈ ഒരു ബ്ലോക്കിന്റെ അകത്താണ് ഇതെല്ലാം നമുക്ക് ഉള്ളത് കേട്ടോ. കാണിച്ചു തരാം. സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രിയും അതേപോലെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കൊക്കെ ഉള്ള എൻട്രി നമുക്ക് ഈ ഒരു വഴി കൂടെയാണ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ നമുക്കും സെക്യൂരിറ്റി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ID കാർഡൊക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ആൻഡ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ട്രോഫീസൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി ഇൻ ടു അവർ ഗ്രൗണ്ട് ആൻഡ് ട്രാക്കൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ കൂടെയാണ് ഉണ്ടാവുക. സോ നമ്മുടെ ഈ ബിൽഡിങ്ങിലെ പല റൂംസ് നമ്മൾ പല ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചില സ്റ്റോർ റൂംസ് ആയിട്ടും അതേപോലെ സെക്യൂരിറ്റീസിനുള്ള റൂമും അങ്ങനെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ടെന്നീസ് റൂം കേട്ടോ. ടേബിൾ ടെന്നീസിന്റെ റൂമാണിത്. അലോങ് വിത്ത് ദാറ്റ് ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് ജിമ്മും അതേപോലെ തന്നെ യോഗ റൂമൊക്കെ ഉള്ളത് കേട്ടോ. ആൻഡ് നമ്മുടെ ഈ ജിമ്മും യോഗ റൂമും ഒക്കെ റീസെൻ്റ്ലി റെനോവേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ നിലവിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കോളേജിലെ മറ്റ് ഗ്രൗണ്ട്സും അതേപോലെ തന്നെ കോർട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണിത്. ആൻഡ് ഇതിൽ കൂടെ നമുക്ക് പോകുമ്പോൾ ഭയങ്കര കാട് പിടിച്ച പോലെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏകദേശം എല്ലാ ബാച്ചുകാർക്കും എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ പ്രാക്ടീസസ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മെയിൻറ്റെയിൻഡ് അല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് റെഗുലർലി മാച്ചസും പരിപാടികളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഫുൾ ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും കേട്ടോ. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഈ നമ്മുടെ ട്രാക്കും നമ്മുടെ ഗ്രൗണ്ടും ഒക്കെ നമുക്ക് ബാക്കി പുറത്തുനിന്നുള്ള സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവരതിനുള്ള ഫീസ് റെമിറ്റ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് ഏകദേശം നമ്മളിപ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. അത്ര അധികം ഏരിയ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് കാട് പിടിച്ചതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. നമുക്ക് ഇവരെ പ്രാക്ടീസ് ഇപ്പോൾ നിലവിൽ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര കാട് പിടിച്ച് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. സോ നമ്മുടെ വോളിബോൾ കോർട്ട് ഗ്രൗണ്ടിൻ്റെ പുറത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണിത്. അവിടെയാണ് നമ്മുടെ ഈ വോളിബോൾ കോർട്ട് ഉള്ളത്. ആൻഡ് ഈ വഴി സ്ട്രെയിറ്റ് പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തും കേട്ടോ.
അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു സർക്കിൾ ഫുള്ള് നമ്മുടെ സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാകാം. അതായത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയേ ഇല്ലാത്തൊരാൾക്കാർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓരോ സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പേടിയേ വേണ്ട. നമുക്കിവിടെ ക്യാമ്പ്, അതായത് നമ്മൾ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ടൈമിൽ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാ സ്പോർട്സിലേക്കും ഒരു ഇൻട്രൊഡക്ഷൻ തരും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ്, അതിപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവർ കോച്ചിങ് തരുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്യാമ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടാവും. ഇപ്പോഴും ഇവിടെ പ്രാക്ടീസസ് ഒക്കെ നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തീരെ സ്പോർട്സിൽ അറിയില്ലെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. നല്ല ക്യാമ്പുകൾ നടത്തും, നല്ല കോച്ചിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.